സോ എല്ലാവർക്കും സ്വാഗതം ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സിലേക്ക്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു സേഫ്റ്റി എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മളുടെ ആക്സിഡന്റ്, എന്താണ് ആക്സിഡന്റ്, അതിന്റെ പ്രിക്കോഷൻ എങ്ങനെയാണ്, ദെൻ ഫയർ, ദെൻ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ദെൻ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, 5S കോൺസെപ്റ്റ്, സോ പ്രിവെന്റീവ് മെയിൻ്റനൻസ്. അങ്ങനെ മെയിനായിട്ട് കുറച്ച് ടോപ്പിക്കുകളാണ് അതിനകത്ത് ഉള്ളത്. ഓക്കെ, സോ ഫയർ എന്ന് പറയുന്ന ഏരിയ മിക്ക എക്സാമിനും വരുന്നതാണ് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അതുപോലെ തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, സൈൻ ബോർഡ്സുകളൊക്കെ. സോ PPയും സൈൻ ബോർഡ്സും ഒക്കെ ഓൾറെഡി നമ്മൾ ക്ലാസ്സുകൾ എടുത്തിരുന്നു, ക്ലാസ്സുകൾ നമ്മൾ അവൈലബിൾ ആണ്. സോ ആ രണ്ട് ടോപ്പിക്ക് ഞാൻ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ 5S കോൺസെപ്റ്റ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ്, ഫയറിനകത്ത് നമുക്ക് അഡീഷണൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ സേഫ്റ്റി, ആക്സിഡന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. സോ അത്തരത്തിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ആക്സിഡന്റ്, സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ഫയർ, ദെൻ വേസ്റ്റ് ഡിസ്പോസൽ, 5S കോൺസെപ്റ്റ്, മെയിൻ്റനൻസ്. ഇത്രയാണ് നമ്മളുടെ ആ ഒരു മൊഡ്യൂളിൽ നിന്നും നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി എന്താണ് ആക്സിഡന്റ് എന്നുള്ളത്? അപ്പം ഇതുപോലെ തന്നെ ഇതേ സെന്റൻസ് പോലെ തന്നെ നമ്മളുടെ എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെ, നമുക്കറിയാം ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി ഒന്നും ചെയ്യുന്നതല്ല. ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടുള്ള, പെട്ടെന്നുണ്ടാകുന്ന, അല്ലെ, സഡൻ ആയിട്ടുണ്ടാകുന്ന, നമുക്ക് തീരെ താല്പര്യമില്ലാത്ത, അല്ലെ, അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് എന്ത്? ആക്സിഡന്റ് എന്ന് പറയുന്നത്. സോ അൺഎക്സ്പെക്ടഡ് ആയിട്ട്, അൺപ്ലാൻഡ് ആയിട്ട്, സഡൻ ആയിട്ട്, അൺഡിസൈറബിൾ, നമുക്ക് തീരെ താല്പര്യമില്ല, ഡിസൈറബിളേ അല്ല, നമുക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു സാധനമാണ് എന്ത്? ആക്സിഡന്റ് എന്ന് പറയുന്നത്, അല്ലെ. അപ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ അൺഎക്സ്പെക്ടഡ് ആണ്, അൺപ്ലാൻഡ് ആണ്, സഡൻ ആണ്, പെട്ടെന്നുണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ അൺഡിസൈറബിൾ ഇവന്റ് ആണ്, അല്ലെ, ഒരു ഇവന്റ് ആണ് എന്ത്? ആക്സിഡന്റ് എന്ന് പറയുന്നത്. വിച്ച് മേ കോസ് ഡാമേജ് ടു എ പേഴ്സൺസ് പ്രോപ്പർട്ടി ഓർ ഹിസ് എൻവയോൺമെന്റ്, അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ ആർക്കാണോ ആക്സിഡന്റ് ഉണ്ടാവുന്നത് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ചിലപ്പോൾ എന്താണ് ഡാമേജസ് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടീസിന് എന്തുണ്ടാവും? ഡാമേജസ് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എൻവയോൺമെന്റിൽ എന്തുണ്ടാവാം? ഇത്തരത്തില് എന്താണ് ഈ പറയുന്ന ആക്സിഡന്റ് കാരണം എന്തുണ്ടാവാം? ഡാമേജസ് ഉണ്ടാകാം. അപ്പൊ ബേസിക്കലി ആക്സിഡന്റ് എന്താണെന്നുള്ളത് ഈ ഒരു പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. അൺഎക്സ്പെക്ടഡ് ആണ്, അൺപ്ലാൻഡ് ആണ്, അതുപോലെ തന്നെ സഡൻ ആയിട്ടുണ്ടാകുന്ന, അൺഡിസൈറബിൾ ആയിട്ടുള്ള, അല്ലെ, നമുക്ക് തീരെ താല്പര്യം ഇല്ലാത്തൊരു ഇവന്റ് ആണ് എന്ത്? ആക്സിഡന്റ് എന്ന് പറയുന്നത്. സോ ഓക്കെ ആണല്ലോ, ആക്സിഡന്റ് ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് സേഫ്റ്റി എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ ആക്സിഡന്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ എടുക്കാറുണ്ട് സാധാരണ, അല്ലെ. ഇപ്പൊ ഇൻഡസ്ട്രിയൽ ആയാലും അല്ലെങ്കിൽ ഈവൻ നമ്മളുടെ ഡെയിലി ലൈഫിലായാലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രിക്കോഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. സോ സേഫ്റ്റി മീൻസ് വാട്ട്? സേഫ്റ്റി മീൻസ് ഫ്രീഡം ഓർ പ്രൊട്ടക്ഷൻ ഫ്രം ഹാം, അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ എന്താണ്? ഈ ഹാമിൽ നിന്നും നമുക്ക് എന്താണ് ഉണ്ടാവുന്ന ഹാമിൽ നിന്നും എന്താണ് ഈ പറഞ്ഞ രീതിയിൽ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? സേഫ്റ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഡേഞ്ചറിൽ നിന്നും, അല്ലെങ്കിൽ ഹസാർഡിൽ നിന്നും, അല്ലെങ്കിൽ റിസ്കിൽ നിന്നും, അല്ലെങ്കിൽ ആക്സിഡന്റിൽ നിന്നും, അല്ലെങ്കിൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഡാമേജിൽ നിന്നും ഒക്കെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സേഫ്റ്റി നമ്മൾ മുൻകരുതൽ എടുക്കാറുണ്ട്, അല്ലെ. സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. സോ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫ്രം ഹാം ഓർ ഡേഞ്ചർ ഈസ് നോൺ ആസ് വാട്ട്? സേഫ്റ്റി. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ഡിഗ്രി ഓഫ് ഫ്രീഡം ഫ്രം ഹാം ഓർ ഡേഞ്ചർ, അല്ലെങ്കിൽ റിസ്ക്, ആക്സിഡന്റ്, ഇഞ്ചുറി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം വരിക? ദാറ്റ് ഈസ്, അത് സേഫ്റ്റി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫ്രം ഹാം ഓർ ഡേഞ്ചർ ഈസ് വാട്ട്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സേഫ്റ്റി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ സേഫ്റ്റി പ്രിക്കോഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിക്ക് നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലെ, പഠിച്ചിട്ടുണ്ട് നമ്മൾ ക്ലാസ്സിൽ. അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ട്, അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ ഹെഡ്, നമുക്ക് എന്താണ് ഹെൽമെറ്റ് യൂസ് ചെയ്യാറുണ്ട്, ഇയർബഡ്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഗോഗിൾസ് അല്ലെങ്കിൽ എന്താണ് ഐ പ്രൊട്ടക്ഷൻസ്, ഷീൽഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഗോഗിൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ദെൻ ബോഡി എപ്രോൺസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഹാൻഡ് ഗ്ലൗസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെ, ഗം ബൂട്ട്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഈ പറയുന്ന ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് ഈ ഒക്കുപേഷണൽ സേഫ്റ്റി അല്ലെങ്കിൽ ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളുടെ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ occupational health and safety are concerned with protecting the safety, health and welfare of people engaged in work or employment. അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി,
സോ അദ്ദേഹത്തിന് നമ്മൾ എന്താണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ, ഈ പറഞ്ഞ സേഫ്റ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വെൽഫെയർ. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെയുള്ള ആ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരു ജോലി സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാം, ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് നമുക്ക് പറയാം. സോ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the goal is to provide safe work environment and to prevent hazard. അല്ലെ, ഈ പറഞ്ഞ ഇതിൽ സേഫ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഹസാർഡ്സുകളൊക്കെ, അവിടെ ഉണ്ടാവുന്ന ഹസാർഡ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഈ ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന രീതിയിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഈ പറയുന്ന സേഫ്റ്റി പ്രൊസീജിയർ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ വലിയ ആക്സിഡന്റ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ ഒരാള് ചിലപ്പം ചെറിയൊരു അശ്രദ്ധ കാരണം ചിലപ്പോൾ അത് എൻ്റയർ സിസ്റ്റത്തിന് തന്നെ എന്തുണ്ടാവും, അത് ഹാം ആയിരിക്കും അല്ലെങ്കിൽ ഹസാർഡ്സിലേക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അത്തരത്തില് ഒരു സേഫ് വർക്ക് എൻവയോൺമെന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഹസാർഡ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെ. നമുക്ക് സാധാരണ അറിയാറുണ്ട് ഈ പറഞ്ഞ ഇതിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ബേസിക്കലി ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇമ്മീഡിയറ്റ് കെയർ അല്ലെ. പെട്ടെന്ന് തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെ, ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അതിന് നമുക്ക് ഒരു കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവും അല്ലെ. ഈ പറഞ്ഞ ഇതിൽ ഇമ്മീഡിയറ്റ് കെയർ ആൻഡ് സപ്പോർട്ട് ഗിവൺ ടു ആൻ അക്യൂട്ട്ലി ഇൻജേർഡ് ഓർ ഇൽ പേഴ്സൺ അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ നന്നായിട്ട് ഇൻജേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പേഴ്സൺ ഉണ്ടാവും. സോ അദ്ദേഹത്തിന് എന്ത് കൊടുക്കണം, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്, സോ പ്രിലിമിനറി എന്താണ്, പ്രൈമറിലി എന്താണ്, ടു സേവ് ലൈഫ് അല്ലെ. ഈ പറഞ്ഞ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ എന്ത് ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് പ്രിവെന്റ് ഫർദർ ഡിറ്റീറിയേഷൻ ഓർ ഇഞ്ചുറി അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ കൂടുതൽ ഇഞ്ചുറി ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇമ്മീഡിയറ്റ് കെയർ അല്ലെ, ഒരു ഇമ്മീഡിയറ്റ് കെയർ നമ്മൾ കൊടുക്കുന്നുണ്ടാവും, ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അത് ഇഞ്ചുറി ആയിട്ടുള്ള പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അസുഖം വന്ന ആളാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാവാം. അവർക്ക് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഒരു സപ്പോർട്ട് കൊടുക്കുക, ഒരു കെയർ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, ബേസിക്കലി അത് ടു സേവ് ലൈഫ് അല്ലെ, ആ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളത്. So it is an immediate life-saving procedure, അല്ലെ. It is an immediate life-saving procedure using all resources available within reach. നമ്മൾക്ക് റീച്ച് ആയിട്ടുള്ള നമുക്ക് അടുത്തായിട്ടുള്ള എല്ലാ റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ലൈഫ് സേവ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമുക്ക് എന്ത് പറയാം, രീതിയിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം അല്ലെ. ഫസ്റ്റ് എയ്ഡ്, സോ ഇറ്റ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് ലൈഫ്-സേവിംഗ് പ്രൊസീജിയർ യൂസിങ് ഓൾ റിസോഴ്സസ് അവൈലബിൾ വിത്തിൻ റീച്ച് അല്ലെ. നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളിലുള്ള റിസോഴ്സസ് എല്ലാം നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ലൈഫ് സേവിംഗ് പ്രൊസീജിയർ ഉണ്ടാവും. സോ അതിനെ നമുക്ക് ബേസിക്കലി എന്ത് പറയാം, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ, ഇത്രയും ഓക്കെ അല്ലേ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് ABC ഓഫ് ഫസ്റ്റ് എയ്ഡ്. ഓക്കെ, നമ്മളുടെ ഈ പറയുന്ന രീതിയിൽ ഫസ്റ്റ് എയ്ഡിനകത്ത് ഒരു ടേമാണ് ABC. എന്താണ് ഈ ABC സ്റ്റാൻഡ്സ് ഫോർ? അപ്പൊ ഒരു ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ട് ഈ ABC സ്റ്റാൻഡ്സ് ഫോർ വാട്ട്. ഓക്കെ, ഈ ABC വെച്ചിട്ടുള്ള പല വേർഡ്സുകൾ അതിനകത്ത് തരുന്നുണ്ടാവും. സോ അതിനകത്ത് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും തന്നിട്ടുണ്ടാവുക. സോ ABC ബേസിക്കലി എന്ന് പറഞ്ഞാൽ എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ ആണെന്നുള്ള ഓർത്തിരിക്കുക. സോ A ഫോർ എയർവേ, B ഫോർ ബ്രീത്തിങ് ആൻഡ് C ഫോർ സർക്കുലേഷൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ഈ എയർവേ എന്ന് പറഞ്ഞാൽ, സോ അറ്റൻഷൻ മസ്റ്റ് ഫസ്റ്റ് ബി ബ്രോട്ട് ടു ദ എയർവേ ടു എൻഷുർ ഇറ്റ് ക്ലിയർ. അതായത് നമുക്ക് ഈ പറഞ്ഞ എയർ പാസേജ് പോകാനുള്ള ഒരു ഏരിയ നമ്മൾ എപ്പോഴും നമുക്ക് അതായത് ഒരു ആക്സിഡന്റ് വരുമ്പോൾ എല്ലാവരും കൂടെ കൂടി നിൽക്കരുത് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സോ അവിടെ എന്താണ് ഒരു എയർ പാസേജ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതാണ് എയർവേ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബ്രീതിങ് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ബ്രീതിങ് എന്ന് പറയുന്നത്. സോ എന്താണ് ബ്രീതിങ് ഇഫ് സ്റ്റോപ്സ് ദ വിക്ടിം മേ ഡൈ സൂൺ അല്ലെ. ഈ പറയുന്ന രീതിയിൽ ശ്വാസം എടുക്കുന്നതും അല്ലെങ്കിൽ എന്താണ് പുറത്തേക്ക് കളയുന്നതും ഒക്കെ ഒഴിവായാൽ, അതായത് സ്റ്റോപ്പ് ആയാൽ എന്ത് സംഭവിക്കുന്നു, ആള് മരിക്കും അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഹെൻസ് മീൻസ് ഓഫ് പ്രൊവൈഡിങ് സപ്പോർട്ട് ഫോർ ബ്രീത്തിങ് ഈസ് എൻ ഇമ്പോർട്ടന്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ ബ്രീത്തിങ്ങിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കാറുണ്ട് അല്ലെ, നമ്മൾ ഈ CPR ഒക്കെ ചെയ്യാറുണ്ട് സാധാരണ. അപ്പൊ അത്തരത്തില് ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും എപ്പോൾ ഈ പറയുന്ന ആക്സിഡന്റ് സമയങ്ങളിൽ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് സമയങ്ങളിൽ. ഓക്കെ, മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത്
സർക്കുലേഷൻ ആണ്. സർക്കുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ ആണ്. ബ്ലഡ് സർക്കുലേഷൻ ഈസ് വൈറ്റൽ ടു കീപ് പേഴ്സൺ അലൈവ് അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ ഒരു മനുഷ്യൻ എന്താണ് ജീവനോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, ജീവനോടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ സർക്കുലേഷൻ വേണം. എന്തിന്റെ? ബ്ലഡിന്റെ സർക്കുലേഷൻ വേണം എന്നുള്ളത് നമുക്കറിയാം. സോ ദ ഫസ്റ്റ് ഇറ്റ് ഈസ് നൗ trained to go straight to chest compression through CPR methods അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിന് അവർക്ക് വേണ്ടുന്ന എന്താണ് ട്രെയിനിങ് കൊടുത്തിട്ട് എന്താണ് CPR മെത്തേഡ്സും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് ഇവർക്ക് ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ചോദിക്കേണ്ടത് PC പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഈ ABC സ്റ്റാൻഡ്സ് ഫോർ വാട്ട് എന്നുള്ള ചോദ്യമാണ്. സോ അത് എന്താണ്? അത് ബ്രീത്തിങ് അല്ലെങ്കിൽ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. എയർവേ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ് ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ എന്താണ്. സോ അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഗോൾഡൻ അവർ. അപ്പം ഈ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് ഗോൾഡൻ അവർ. സോ ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അപ്പൊ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ അരമണിക്കൂർ, അതായത് ജനറലി അത് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് 30 മിനിറ്റ്സ് ആഫ്റ്റർ ദ ഇൻസിഡന്റ് ആണ്. അല്ലെ, നമ്മുടെ ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ്, അരമണിക്കൂർ ഭയങ്കര ക്രൂഷ്യലാണ്. സോ ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു ഇഞ്ചുർഡ് പേഴ്സന്റെ എന്താണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ. സോ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഗോൾഡൻ അവർ ഈസ് എ പീരീഡ് ഓഫ് ടൈം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ട്രോമാറ്റിക് ഇഞ്ചുറി during which there is a highest likelihood that prompt medical and surgical treatment will prevent death. അതായത് നമുക്ക് ഈ ഏതൊരു സമയത്തിനുള്ളിലാണോ നമുക്ക് ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡ് കൊടുത്താൽ അദ്ദേഹം രക്ഷപ്പെടും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. സോ ആ ഒരു ഇഞ്ചുറി പറ്റിയ ആൾക്ക് നമ്മൾ എന്താണ് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡ് മറ്റു കാര്യങ്ങളും കൊടുക്കുക, അദ്ദേഹത്തിന്റെ മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഡെത്തിൽ നിന്ന് നമ്മൾ ഡെത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് എന്താണ്? ജനറലി ആ ഫസ്റ്റ് 30 മിനിറ്റ്സ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ജനറലി ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഫസ്റ്റ് 30 മിനിറ്റ്സ് ആഫ്റ്റർ ദ ഗോൾഡൻ അവർ എന്നൊക്കെ നമ്മൾക്ക് ഉണ്ടെങ്കിലും ആദ്യത്തെ 1 മണിക്കൂറാണെന്ന് വിചാരിക്കരുത്. സോ അത് എന്താണ്? ഫസ്റ്റ് 30 മിനിറ്റ്സ് ആഫ്റ്റർ ദ ഇൻസിഡന്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ അതാണ് ഈ ഒരു ഗോൾഡൻ അവറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. സോ ജനറലി ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഫസ്റ്റ് 30 മിനിറ്റ്സ് ആഫ്റ്റർ ദ ഇൻസിഡന്റ്. സോ ആദ്യത്തെ അരമണിക്കൂറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. സോ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റുകൾ. ആ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. മെയിനായിട്ട് ABC എന്ന് പറയുന്ന പോയിന്റ് ഓർത്തിരിക്കാം. ദെൻ ഗോൾഡൻ അവർ എന്താണെന്ന് ഓർത്തിരിക്കുക. ബേസിക് ആയിട്ട് ഒരു അൺപ്ലാൻഡ് ഇവന്റ് ആണ് അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള സഡൻ ആയിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ആക്സിഡന്റ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഫൈൻ. അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഫയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഫയർ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫയർ എന്ന് പറയുന്നത്. സോ ഫയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഫയർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫ്യൂവൽ, ഓക്സിജൻ ആൻഡ് ഹീറ്റ്. അല്ലെ, എന്താണ് ഈ പറയുന്ന രീതിയിൽ ഫ്യൂവൽ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവണം, അതുപോലെ തന്നെ എന്തുണ്ടാവും? ഹീറ്റും ഉണ്ടാവും. സോ അങ്ങനെ ഇത് മൂന്നിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത് ബേസിക്കലി ഫയർ അല്ലെങ്കിൽ തീ എന്ന് പറയുന്നത്. അല്ലെ, ഫയർ അല്ലെങ്കിൽ തീ എന്ന് പറയുന്നത്. സോ ഫയർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് എന്താണ് ഈ പറയുന്ന ഇതിൽ ഫ്യൂവൽ ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് ഓക്സിജൻ വേണം അല്ലെ, കത്തണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ വേണം, അതുപോലെ തന്നെ എന്താണ് ചൂടും അല്ലെ, ഹീറ്റ് അവിടെ ഉണ്ടാവും. സോ ഒരു കാര്യം കത്തണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഫ്യൂവൽ വേണം അല്ലെ. നമുക്കറിയാം ഇപ്പം എന്താണ് ഇപ്പൊ കെറോസിൻ അല്ലെങ്കിൽ പെട്രോള് അത്തരത്തിലുള്ള ഫ്യൂവൽ ഉണ്ടാവും. സോ ആ ഫ്യൂവൽ മാത്രം മതിയോ? അതുപോരാ. എന്ത് ചെയ്യണം? അവിടെ കത്തണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ട് എന്ത് വേണം? ഓക്സിജൻ വേണം എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഓക്സിജൻ അസറ്റിലിൻ വെൽഡിംഗ് നമ്മൾ പഠിച്ചു. അവിടെ എന്താണ് ഓക്സിജനും ഉണ്ടാവും, ഓക്സിജൻ സിലിണ്ടറും ഉണ്ടാവും, അസറ്റിലിനും ഉണ്ടാവും. ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? അത് സപ്പോർട്ടിംഗ് ആണ്. അതായത് അവിടെ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതാണ്? അത് അസറ്റിലിനാണ്. സോ അത്തരത്തില് എന്താണ് ഇവിടെ എന്തുണ്ടാവും? ഈ പറഞ്ഞ ഫ്യൂവൽ ഉണ്ടാവണം, ഓക്സിജൻ ഉണ്ടാവണം, ഹീറ്റ് ഉണ്ടാവണം. സോ ഇതിന്റെ മൂന്നിന്റെയും കോമ്പിനേഷൻ ആണ് എന്താ ബേസിക്കലി ഫയർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കാം. സോ ഫയർ ഈസ് എ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് എനി ടൈപ്പ് ഓഫ് ഫ്യൂവൽ വിത്ത് ദ പ്രസൻസ് ഓഫ് ഹീറ്റ്. അല്ലെ, ഹീറ്റിന്റെ പ്രസൻസിൽ ആ ഫ്യൂവൽ കത്തുന്നുണ്ടാവും. ആ കത്തണമെന്നുണ്ടെങ്കിൽ ആരും കൂടി വേണം? ഓക്സിജനും കൂടി വേണം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. സോ എ ഫയർ ഈസ് ആൻ അൺവാണ്ടഡ് place and on unwanted occasion and in uncontrollable quantity can cause damage or destroy property and material. ഈ പറഞ്ഞ രീതിയിൽ
നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ഒക്കേഷനിൽ അൺകൺട്രോളബിൾ ആയിട്ട് എന്തുണ്ടായാൽ ഈ പറയുന്ന രീതിയിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം. എന്താണ് അവിടെ ഡാമേജസും അവിടെ ഡിസ്ട്രോയ് അല്ലെ പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ഒക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഫ്യൂവൽ, ഓക്സിജൻ ആൻഡ് ഹീറ്റ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ. അപ്പൊ മെയിൻ ആയിട്ട് ഫയറിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അത് ഫയർ ക്ലാസ് എ ആണ്, ദെൻ ക്ലാസ് ബി ഉണ്ട്, ക്ലാസ് സി, ക്ലാസ് ഡി അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ എ ബി സി ഡി എന്നുള്ള 4 കാറ്റഗറി ആയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്ലാസ്സും അതിന്റെ അത് ഏത് ഫയറിനാണ് ഉണ്ടാവുന്നത്, അതെങ്ങനെ നമുക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലാസ് എയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ സോ ഇവിടെ എന്താണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ടല്ലേ, ഇപ്പൊ എന്താ തടി കഷ്ണമൊക്കെ മരകഷ്ണം പോലുള്ള ഒരു സാധനമൊക്കെ തന്നിട്ടുണ്ട്. സോ അത് ഫ്ലെയിമബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. സോ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് എ എന്ന് പറയുന്നത് ഫയർ ഒബ്റ്റൈൻഡ് ഫ്രം പേപ്പർ, വുഡ്, റബ്ബർ, പ്ലാസ്റ്റിക് ആൻഡ് സോളിഡ് മെറ്റീരിയൽ. ഇത്തരത്തില് പേപ്പർ, വുഡ്, റബ്ബർ, പ്ലാസ്റ്റിക്, സോളിഡ് മെറ്റീരിയൽസ് ഒക്കെ കത്തുമ്പോൾ അല്ലെ അവിടെ എന്തുണ്ടാവും? ഈ പറഞ്ഞ രീതിയിൽ ഫയർ ഉണ്ടാവും അല്ലെ. സോ അതിനെയാണ് നമ്മൾ എന്ത് ബേസിക്കലി പറയുന്നത്? ക്ലാസ് എ എന്ന് പറയുന്നത്. അപ്പം ഓർത്തിരിക്കേണ്ടത് ക്ലാസ് എ എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ വുഡ് അല്ലെ, അല്ലെങ്കിൽ തടി, അല്ലെങ്കിൽ പേപ്പർ, ദെൻ റബ്ബർ, പ്ലാസ്റ്റിക്, സോളിഡ് മെറ്റീരിയൽസ് അല്ലെ, അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ കത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്ലാസ് എ ഫയർ എന്ന് നമുക്ക് പറയാം. ദീസ് ടൈപ്സ് ഓഫ് ഫയർ ക്യാൻ ബി എക്സ്റ്റിങ്ക്വിഷ്ഡ് ഈസിലി അല്ലെ. നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ആ ഒരു തീ അണയ്ക്കാൻ പറ്റുന്ന അത്തരത്തിൽ ക്ലാസ് എ ഫയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അണയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അവിടെ നമ്മൾ ഏത് ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. സോ ടൈപ്പ് എ അല്ലെങ്കിൽ ക്ലാസ് എ ടൈപ്പ് ഫയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് ആർ സൂട്ടബിൾ ഫോർ ക്ലാസ് എ ഫയർ. അപ്പൊ ക്ലാസ് എ ഫയറിന് വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ സർ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ക്ലാസ് ബി ഫയർ ആണ് അല്ലെ. ക്ലാസ് ബി. അപ്പം ബി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് അല്ലെ. ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്രോള്, അല്ലെങ്കിൽ കെറസിൻ, അല്ലെങ്കിൽ ഡീസൽ, അത്തരത്തിലുള്ള എന്താണ് കത്തുന്ന ലിക്വിഡിന്റെ ആയിരിക്കണം ആ ക്ലാസ് ബി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. സോ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഫയർ ഒബ്റ്റൈൻഡ് ഫ്രം ഫ്ലെയിമബിൾ ലിക്വിഡ്സ്, ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് സച്ച് എസ് ഗ്യാസുലിൻ, കെറസിൻ, തിന്നർ അല്ലെ. തിന്നർ നമ്മൾ സാധാരണ നമ്മൾ പെയിന്റിനൊക്കെ നമ്മൾ തിന്നേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് എന്താണ്? പെട്ടെന്ന് കത്തുന്ന ഒരു സാധനമാണ് അല്ലെ. സ്പിരിറ്റ് അതുപോലെയൊക്കെ തിന്നർ ഉണ്ടാവും. സോ എക്സെട്ര അത്തരത്തിലുള്ള മെറ്റീരിയൽ ആയിരിക്കും എന്ത്? ക്ലാസ് ബി ഫയർ ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആണ് അതിന്റെ കോസ് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഫയർ ആയിരിക്കും? അത് ക്ലാസ് ബി ഫയർ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ അത്തരത്തില് ഈ പറയുന്ന പെട്രോൾ അല്ലെങ്കിൽ മണ്ണെണ്ണ അല്ലെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന എന്താണ് ഡീസലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട എക്സ്റ്റിങ്ക്വിഷറും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നോർമലി നമ്മൾ സാധാരണ എന്താ ഈ പറഞ്ഞ രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് അവൈലബിൾ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഡ്രൈ പൗഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡ്രൈ പൗഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോം ടൈപ്പ് എന്താണ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഫോം ടൈപ്പ്. അപ്പൊ ഫോം ടൈപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ഫോം ടൈപ്പ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് റണ്ണിങ് ലിക്വിഡുകളിലൊക്കെ ആയിരിക്കും സാധാരണ ഫോം ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഫോം എക്സ്റ്റിങ്ക്വിഷേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഫ്ലെയിമബിൾ ആൻഡ് റണ്ണിങ് ലിക്വിഡ്സ്. ഇതുപോലെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ ക്ലാസ് ബിയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണാറുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞതിൽ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ നോർമലി ക്ലാസ് ബി ഫയറിന് ഇപ്പം ഈ ഡ്രൈ പൗഡറും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ നമ്മളുടെ ഒരു ഓപ്ഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോം ടൈപ്പ് അല്ലെങ്കിൽ ഡ്രൈ പൗഡർ ടൈപ്പ് കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ എന്തിനു യൂസ് ചെയ്യാൻ പറ്റും? ക്ലാസ് ബിക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് യൂസ് ചെയ്യാം. അതല്ല കണ്ടീഷൻ പറയാണ്, ദാറ്റ് ഈസ് ദ ഫോം എക്സ്റ്റിങ്ക്വിഷർ ഈസ് യൂസ്ഡ് ഫോർ ഫ്ലെയിമബിൾ ആൻഡ് റണ്ണിങ് ലിക്വിഡ് അല്ലെ. റണ്ണിങ് ലിക്വിഡ് ആണ് പറയുന്നത് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഫോം യൂസ് ചെയ്യാം അല്ലെ.
അപ്പൊ ഈ ഫോം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പുറത്തൊരു ബ്ലാങ്കറ്റ് പോലെ അങ്ങ് കവർ ചെയ്യും അല്ലെ, ഈ പത പോലെ വന്നിട്ട് നമ്മളുടെ ആ ഒരു ലിക്വിഡിന് മുകളിൽ എന്ത് ചെയ്യും, ഒരു ബ്ലാങ്കറ്റ് പോലെ കവർ ചെയ്തിട്ട് ഫർദർ ഓക്സിജനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അത് കട്ട് ചെയ്യും. സോ അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റും, ഫർദർ ആ ഒരു ലിക്വിഡ് കത്തുന്നത് തടയും അല്ലെ. അങ്ങനെയാണ് ആ ഒരു ക്ലാസ് ബി ഫയർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണോ? ഓക്കെയാണ് സാർ. ഓക്കെ ഫൈൻ. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ക്ലാസ് സി ഫയർ ആണ്. ക്ലാസ് സി ഫയർ. അപ്പൊ ക്ലാസ് സി ഫയറിന്റെ പ്രത്യേകത എന്താണ്, ഇവിടെ നമ്മൾ ഗേഷ്യസ് ആയിട്ടുള്ള ഫ്യൂവൽ അല്ലെ, ഗേഷ്യസ് ആയിട്ടുള്ള ഫ്യൂവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എന്താണ് സിലിണ്ടർ, ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ നമുക്കറിയാം ഗ്യാസ് പൈപ്പുകൾ പോകുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ഗേഷ്യസ് ആയിട്ടുള്ള ഫ്യൂവല് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഫ്യൂവല് കത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് സി ഫയർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ക്ലാസ് സി ഫയർ ആണ് നമ്മളുടെ ഓപ്ഷനിൽ, അല്ലെങ്കിൽ ക്ലാസ് സി ഫയർ കാരണം ഉണ്ടാകുന്ന ഫയറിനെ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്റ്റിങ്വിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡ്രൈ പൗഡേഴ്സ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഡ്രൈ പൗഡേഴ്സ് ടൈപ്പ് ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദീസ് ടൈപ്പ് ഓഫ് ഫയർസ്. അപ്പൊ ക്ലാസ് സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് എഴുതാം, ഡ്രൈ പൗഡർ ടൈപ്പ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഡ്രൈ പൗഡർ ടൈപ്പ് നമുക്ക് എഴുതാം. ഓക്കെ ഫൈൻ. അപ്പൊ അത് ഓർത്തിരിക്കാം. അപ്പൊ എ എന്ന് പറയുന്നത് എന്തായിരുന്നു, അത് വുഡ്, പേപ്പർ, ക്ലോത്ത് അങ്ങനെയുള്ള സോളിഡ് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക്, റബ്ബർ ഒക്കെയാണ് കത്തുമ്പോഴാണ് ക്ലാസ് എ ഉണ്ടാവുന്നത്. അത് വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്വിഷർ വെച്ച് നമ്മൾ ചെയ്തിരുന്നു. രണ്ടാമത് പഠിച്ചത് എന്തായിരുന്നു, ബി ആയിരുന്നു അല്ലെ, ബി ആയിരുന്നു. അപ്പൊ ബി ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിക്വിഡ് ആയിരുന്നു അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ ലിക്വിഡസ് ആയിട്ടുള്ള ഫ്യൂവൽസ് അവൈലബിൾ ആണ് അല്ലെ, ഈ പെട്രോൾ, കെറോസിൻ, അത്തരത്തിലാണ് ക്ലാസ് ബി പറഞ്ഞിരുന്നത്. സോ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഫോം ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ക്ലാസ് സിയിലേക്ക് വരുന്ന സമയത്ത് ഡ്രൈ പൗഡർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, അത് എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുള്ളതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ലാസ്റ്റ് ആണ് ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത്. സോ ക്ലാസ് ഡി ഫയർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് മെറ്റൽസ് അല്ലെ, മെറ്റൽസ് അത് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിലൊക്കെ ഉണ്ടാകുന്ന ഫയറിനെയാണ് നമ്മൾ ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റൽസ് കത്തിയിട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ ഉണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ട് കാരണം ഉണ്ടാകുന്ന ഫയറുകൾ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ലാബിൽ ഒരു ഫയർ വന്നു. സോ ആ കമ്പ്യൂട്ടർ ലാബിൽ എന്ന് പറയുന്നത് ക്ലാസ് ഡി ഫയറിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. സോ അവിടെ കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ വെള്ളം ഒഴിക്കാൻ പറ്റില്ല അല്ലെ, നമുക്കറിയാം. അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഫോം ടൈപ്പ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാലോൺ അല്ലെങ്കിൽ CTC, ദാറ്റ് ഈസ് കാർബൺ ടെട്രാ ക്ലോറൈഡ് അല്ലെങ്കിൽ ഹാലോൺ എക്സ്റ്റിങ്വിഷേഴ്സ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡ്രൈ പൗഡറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ CTC അല്ലെങ്കിൽ ഹാലോൺ അല്ലെങ്കിൽ ഡ്രൈ പൗഡേഴ്സ് ടൈപ്പ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദീസ് കൈൻഡ് ഓഫ് ഫയേഴ്സ്. അപ്പൊ ഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഹാലോഡ് ആണ്. അപ്പം പലപ്പോഴും ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും സാധാരണ യൂസ് ചെയ്യാറുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതായത് കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസിലൊക്കെ നമുക്ക് ഈ ഹാലോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു അടച്ചിട്ട റൂമിനകത്ത് നമുക്ക് ഈ ഹാലോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഈ പറയുന്ന ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് വന്നിട്ട് ബുദ്ധിമുട്ടാവും. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താണ്, കൺഫൈൻഡ് സ്പേസിൽ നമ്മൾ അല്ലെങ്കിൽ കൺഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടച്ചിട്ട റൂമുകളിൽ അവിടെ ഉണ്ടാകുന്ന ഫയറുകൾക്ക് സാധാരണ ഈ ഹാലോൺ നമ്മൾ യൂസ് ചെയ്യാറില്ല എന്നത് ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യുന്ന രീതിയിൽ പല തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ എക്സ്റ്റിങ്വിഷൻ ഓഫ് ഫയേഴ്സ് വരുന്നത് നമുക്ക് മെയിൻ ആയിട്ട് 3 തരത്തിൽ നമുക്ക് എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഏതൊക്കെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 1 സ്റ്റാർവിങ്, 2 സ്മൂദറിങ്, 3 കൂളിംഗ്. ഈ പറഞ്ഞ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തീ അല്ലെങ്കിൽ ഫയറിനെ നമുക്ക് എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് ഈ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടു ഫയർ ട്രയാങ്കിൾ അല്ലെ, അതിനകത്ത് എന്തൊക്കെയുണ്ട് നമുക്കറിയാം. അതിനകത്ത് ഫ്യൂവൽ ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ എന്തുണ്ട്, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഓക്സിജൻ ഉണ്ട്, ദെൻ അതുപോലെ തന്നെ എന്തുണ്ട്, ഹീറ്റ് ഉണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളും അവിടെ ഉണ്ടെന്നുള്ളത് അറിയാം. സോ ഈ പറഞ്ഞ 3 കാര്യങ്ങളും കോമ്പിനേഷൻ ആണ്. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഈ പറയുന്ന രീതിയിൽ ഫയർ വരികയുള്ളൂ എന്നുള്ളത് അറിയാം അല്ലെ. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ ഫയർ വരികയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളെ നമുക്ക് മാറ്റി നിർത്തിയാൽ അല്ലെ, ഫോർ എക്സാമ്പിൾ ഫ്യൂവലിനെ ഞാൻ അങ്ങ് മാറ്റുന്നു, അപ്പൊ ഓക്സിജനും എന്താണ്, ഹീറ്റും ഉണ്ട്, വല്ലതും നടക്കുമോ, അവിടെ ഫയർ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഓക്സിജനെ അങ്ങ് മാറ്റുകയാണ്, ഈ പറഞ്ഞ ഫ്യൂവലും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്, അവിടെ ഫയർ നടക്കുമോ, ഇല്ല. അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എന്താണ്
ഫ്യൂലും ഹീറ്റും ഉണ്ട്, ഈ പറഞ്ഞതിൽ അവിടെ ഫയർ നടക്കുന്നുണ്ടാവില്ല. സോ അത്തരത്തില് അല്ലെങ്കിൽ എന്താണ് ഈ ഹീറ്റിനെ അങ്ങ് മാറ്റി ഈ ഫ്യൂലും ഓക്സിജനും മാത്രമായാലും അവിടെ എന്തുണ്ടാവില്ല, അവിടെ ആ ഫയർ ഉണ്ടാകില്ല എന്നുള്ളത് നമുക്കറിയാം. സോ അങ്ങനെ എന്താണ് 3 കമ്പോണന്റുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡിവിജ്വലി മാറ്റിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ രീതിയിൽ അതിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. ആ 3 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ 3 ടേമുകളാണ് ഇവിടെ സ്റ്റാർവിംഗ് എന്നും സ്മൂതറിംഗ് എന്നും കൂളിംഗ് എന്നും പറയുന്നത്. അപ്പോൾ സ്റ്റാർവിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല അല്ലെ, എന്താണ് നമുക്കറിയാം, ഫ്യൂവൽ ആണ് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫയർ അല്ലെങ്കിൽ എന്താണ് ഫയർ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ വേണം, ഓക്സിജൻ വേണം, ഹീറ്റ് വേണം. സോ ആ 3 കമ്പോണന്റിൽ നിന്നും ഞാൻ ഫ്യൂവലിനെയാണ് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അവിടെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എക്സ്റ്റിങ്ക്വിഷൻ നടക്കും. സോ ആ ഒരു ടേമിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർവിംഗ് എന്ന് പറയുന്നത്. സപ്പോസ് ഞാൻ അതിനകത്തുനിന്ന് ഫ്യൂവലിനെ റിമൂവ് ചെയ്തുകൊണ്ടാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ അതൊരു സ്റ്റാർവിംഗ് പ്രോസസ് ആണ്. ഓക്കെ, രണ്ടാമത് നോക്കേണ്ടത് സ്മൂതറിംഗ് ആണ്. സ്മൂതറിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ പറയുന്ന ഫയർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്, ഓക്സിജൻ ആണ് അല്ലെ, ഓക്സിജൻ. അത്തരത്തില് ആ ഒരു ഓക്സിജനെയാണ് ഞാൻ അവിടുന്ന് റിമൂവ് ചെയ്യുന്നത്, വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ, മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയും ഈ പറയുന്ന ഫയറിനെ നമുക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും അല്ലെ, അണയ്ക്കാൻ സാധിക്കും. സോ അങ്ങനെ ഈ പറയുന്ന നമ്മളുടെ ഓക്സിജൻ ആണ് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്മൂതറിംഗ് എന്ന് പറയുന്നത്, സ്മൂതറിംഗ്. മൂന്നാമത് പറയുന്നത് കൂളിംഗ് ആണ് അല്ലെ, നമുക്ക് തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഹീറ്റിനെ റിമൂവ് ചെയ്യുകയാണ്. സോ അത് ഈ പറയുന്ന 3 ടേമുകളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സ്റ്റാർവിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക, സ്മൂതറിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക, കൂളിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ സ്റ്റാർവിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ഫയർ ഓഫ് ഫ്യൂവൽ ബൈ റിമൂവിംഗ് ദ ഫ്യൂവൽ ഇൻ ദ വിസിനിറ്റി ഓഫ് ദ ഫയർ. ഈ പറഞ്ഞ ഫയറിന്റെ അടുത്തുനിന്ന് എന്താണ് ആ ഫ്യൂവലിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാർവിംഗ് എന്ന് പറയുന്നത്. സ്മൂതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഓക്സിജൻ അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ ഓക്സിജനെ, സപ്ലൈ ഓഫ് ഓക്സിജനെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് മാറ്റി നിർത്തുക. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടു ലിക്വിഡില് അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ ക്ലാസ് ബി ഫയറിൽ നമ്മൾ ഫോം യൂസ് ചെയ്തുകൊണ്ട് അല്ലെ, ക്ലാസ് ബി ഫയറിൽ ഫോം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്ലാങ്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ആ ബ്ലാങ്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഫർദർ അവിടെ ഓക്സിജനുമായിട്ടുള്ള കോൺടാക്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ, കാരണം ആ ഒരു കോൺടാക്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫയറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ അത്തരത്തിലാണ് സ്മൂതറിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്ന കൂളിംഗ് ആണ്. കൂളിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ബൈ യൂസിങ് വാട്ടർ ലോവർ ദ ടെമ്പറേച്ചർ അല്ലെ, നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് നമ്മൾ അത് തണുപ്പിക്കാറുണ്ട് അല്ലെ, അങ്ങനെ ആ ഒരു ഹീറ്റിനെ റിമൂവ് ചെയ്തുകൊണ്ടാണ് അവിടെ കൂളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ ആണോ ഇത്രയും? ഓക്കെ സർ. ഓക്കെ ഫൈൻ. നമുക്ക് അടുത്ത് നോക്കേണ്ടത് കുറച്ച് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ആണ്. ഓക്കെ, ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നമുക്ക് നോക്കാം മെയിൻ ആയിട്ട്. സോ എ ഫയർ എക്സ്റ്റിങ്ക്വിഷർ അല്ലെങ്കിൽ ഫ്ലെയിം എക്സ്റ്റിങ്ക്വിഷർ ഓർ സിംപിളി നമുക്ക് പറയാം എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഈസ് ആൻ ആക്റ്റീവ് ഫയർ പ്രൊട്ടക്ഷൻ ഡിവൈസ് അല്ലെ, ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫയർ പ്രൊട്ടക്ഷൻ ഡിവൈസ് ആണ് യൂസ്ഡ് ടു എക്സ്റ്റിങ്ക്വിഷ് ഓർ കൺട്രോൾ സ്മോൾ ഫയർസ്. വളരെ ചെറിയ ഫയേഴ്സ് ഒക്കെയാണ് നമ്മൾ സാധാരണ നമുക്കിപ്പോൾ ഓഫീസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ ഇടങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ഫയേഴ്സ് ഒക്കെയാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വലിയ വലിയ ഫയർ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താണ്, ഫയർ ഫോഴ്സിനെ അല്ലെങ്കിൽ ഹൈഡ്രന്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ അത്തരത്തിൽ നോക്കുമ്പോൾ ചെറിയ ഫയേഴ്സ് ഒക്കെ നമുക്ക് സ്മോൾ ഫയേഴ്സ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു എക്സ്റ്റിങ്ക്വിഷർ ആണ് വാട്ടർ ഫിൽഡ് എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്നത്. സോ ഈ ചിത്രത്തിൽ കാണുന്ന ടൈപ്പാണ് നമുക്ക് വാട്ടർ ഫിൽഡ് എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അതായത് ക്ലാസ് എ ടൈപ്പ് ഫയറിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വാട്ടർ ഫിൽഡ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്രയും ഓർത്തിരുന്നാൽ മതി. അപ്പം വാട്ടർ ഫിൽഡ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് നമ്മൾ ഏത് ടൈപ്പ് ഫയറിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് എ ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അതാണ് ഒന്നാമത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. രണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഫോം ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ ഉണ്ട്, അതായത് ഫോം എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉണ്ട് അല്ലെ, നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ. ഈ പറഞ്ഞതിൽ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് അല്ലെങ്കിൽ റണ്ണിങ് ലിക്വിഡ്സിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റിങ്ക്വിഷർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താ, ദാറ്റ് ഈസ് ഫോം എക്സ്റ്റിങ്ക്വിഷേഴ്സ് ആണ്. സോ അതായത് നമുക്ക് പറയാം ക്ലാസ് ബി ടൈപ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ക്ലാസ് ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ്, ഫ്ലൂയിഡ്സ് ആണ് അല്ലെ, അത് ഫ്ലൂയിഡ്സ് ആണ്. അപ്പോൾ അല്ലെങ്കിൽ എന്താണ് എന്താ ഈ പറയുന്ന രീതിയിൽ അത് പെട്രോൾ ആവാം, മണ്ണെണ്ണ ആവാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലൂയിഡ് ആയിട്ടുള്ള ഫ്യൂൽ ആണ് നമ്മൾ കത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം,
ഫോം എക്സ്റ്റിംഗ്വിഷേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഹാലോൺ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആണ്. നേരത്തെ കണ്ടിരുന്നു അല്ലെ, ഹാലോൺ അല്ലെങ്കിൽ CTC എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ CTC എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ് CTC. അതോടൊപ്പം തന്നെ എന്താണ്, അതോടൊപ്പം തന്നെ ഒരു കമ്പോണന്റിലൂടെ നമ്മൾ ഫില്ല് ചെയ്യാറുണ്ട്, ദാറ്റ് ഈസ് ബ്രോമോ ക്ലോറോ ഡൈഫ്ലൂറോ മീഥേൻ. ഇത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഹാലോൺ എക്സ്റ്റിംഗ്വിഷേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് CTC, അതോടൊപ്പം തന്നെ എന്താണ്, ബ്രോമോ ക്ലോറോ ഡൈഫ്ലൂറോ മീഥേൻ. എന്താണ്? ബ്രോമോ ക്ലോറോ ഡൈഫ്ലൂറോ മീഥേൻ ആണ് നമ്മൾ അതിനകത്ത് നിറച്ചിട്ടുണ്ടാവുക. സോ ഫിൽഡ് വിത്ത് കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് ബ്രോമോ ക്ലോറോ ഡൈഫ്ലൂറോ മീഥേൻ. സോ മോസ്റ്റ് സൂട്ടബിൾ ഫോർ ഇലക്ട്രിക്കൽ ഫയേഴ്സ്. സാധാരണ നമ്മൾ നേരത്തെ കണ്ടു, ഹാലോൺ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആർ മോസ്റ്റ് സൂട്ടബിൾ ഫോർ ഇലക്ട്രിക്കൽ ഫയേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ ഒരു പോരായ്മ എന്തായിരുന്നു? the fumes given off by these extinguishers are dangerous, especially in confined spaces. അതായത് അടച്ചിട്ട മുറികളിലൊക്കെ അല്ലെങ്കിൽ എന്താണ് അത്തരത്തില് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന ഹാലോൺ എക്സ്റ്റിംഗ്വിഷേഴ്സ് നമുക്ക് അങ്ങനെ പോസിബിൾ അല്ല എന്ന് നമുക്ക് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, സോ അവിടെ നമുക്ക് വേണമെങ്കിൽ ഡ്രൈ പൗഡേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കമ്പ്യൂട്ടർ ലാബ് അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനി പോകുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അവിടെ ഏത് ടൈപ്പാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഹാലോൺ ആണോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, ഓക്കെ, ഏതാണെന്നുള്ളത് അതിനകത്ത് കൃത്യമായിട്ട് ഒരു നോട്ട് അതിനകത്ത് ലേബൽ ചെയ്തിട്ടുണ്ടാവും. സോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഫൈൻ. സോ അതോടൊപ്പം തന്നെ ഡ്രൈ പൗഡർ ആണോ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അത് കൂടാണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ പറയുന്ന ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് ദൂരെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഡിസ്ചാർജ് ഹോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ട്യൂബ് അല്ലെ, ട്യൂബ് ഇങ്ങനെ ഹോസ് ഇങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മുടെ ഡിസ്ചാർജ് ഹോൺ എന്ന് പറയുന്നത്. സോ ആ ഡിസ്ചാർജ് ഹോണിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കും. സോ ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് എക്സ്റ്റിംഗ്വിഷർ ആണ് നമ്മുടെ അവിടെ നമ്മൾക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക തരത്തിലുള്ള ഷേപ്പ് എന്തുണ്ടാവും, ആ ഡിസ്ചാർജ് ഹോൺ ഉണ്ടാവും. സോ ഡിസ്റ്റിങ്ക്റ്റീവ്ലി ഷേപ്ഡ് ഡിസ്ചാർജ് ഹോൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ അതാണ് അതിന്റെ പ്രത്യേകത. സോ മെയിനായിട്ട് ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് ബി ടൈപ്പ് ആണ്. ക്ലാസ് ബി ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പറഞ്ഞ ഫ്ലൂയിഡ് ടൈപ്പ്, ഫ്ലൂയിഡ് ലിക്വിഡസ് ആയിട്ടുള്ള ഫ്യൂവൽ കത്തുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ക്ലാസ് ബി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലെയിമബിൾ എന്താണ് റണ്ണിങ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പറയുന്ന ഫോം ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് യൂസ്ഡ് ഇൻ വെൽഡിംഗ് വർക്ക്ഷോപ്പുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആർ യൂസ്ഡ് ഇൻ വെൽഡിംഗ് വർക്ക്ഷോപ്പ്? ഈ പറഞ്ഞ ഇതിൽ അല്ലെങ്കിൽ വെൽഡിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വെൽഡിംഗ് വർക്ക്ഷോപ്പുകളിൽ യൂസ് ചെയ്യുന്ന നമ്മളുടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഏതാണ്, ഏത് ടൈപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്താണ് ഉത്തരം, കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അത് എങ്ങനെയാണ് ഈസിലി ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ടതുപോലെ തന്നെ അതിന്റെ ഡിസ്ചാർജ് ഹോണിന്റെ ഒരു ഷേപ്പ്, പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ടാവും. സോ അതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഡ്രൈ പൗഡർ ടൈപ്പ് എന്താണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ്, ഡ്രൈ പൗഡർ. അപ്പൊ ഡ്രൈ പൗഡറിന്റെ പ്രത്യേകത എന്താണ്, ഒരു ഫോർക്ക് ഷേപ്ഡ് നോസിലാണ്. നേരത്തെ കണ്ട നോസിൽ എങ്ങനെയായിരുന്നു, ഡിസ്ചാർജ് ടൈപ്പ് അല്ലേ, ഈ പറഞ്ഞ രീതിയിൽ എന്താണ് ഡൈവേർജ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു നോസിലാണ് നമ്മൾ കണ്ടത് അല്ലെ. അപ്പൊ എന്നാൽ അതെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് ആണ്. എന്നാൽ ഡ്രൈ പൗഡർ ടൈപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരു ഫോർക്ക് ഷേപ്ഡ് നോസിലായിരിക്കും ഉണ്ടാവുക അല്ലെ. മെയിൻ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചർ ഈസ് ദ ഫോർക്ക് ഷേപ്ഡ് നോസിൽ അല്ലെ, ഫോർക്ക് ഷേപ്ഡ് ആയിട്ടുള്ള നോസിലായിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലെ. ക്ലാസ് ഡി ഫയർ അല്ലെ, പറഞ്ഞ രീതിയിൽ മെറ്റൽസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിലൊക്കെയാണ് സാധാരണ എന്ത് യൂസ് ചെയ്യാറ്, ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കണ്ടു ഹാലോൺ എക്സ്റ്റിംഗ്വിഷറും ക്ലാസ് ഡിയിൽ യൂസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രൈ പൗഡറും എവിടെ യൂസ് ചെയ്യാറുണ്ട്, ക്ലാസ് ഡി ഫയേഴ്സിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഹാലോൺ എക്സ്റ്റിംഗ്വിഷേഴ്സ് നമ്മൾ പൊതുവെ എങ്ങനെയാണ്, നമ്മൾ കൺഫൈൻഡ് സ്പേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് ബദലായിട്ട് അല്ലെ സോ അതിന്റെ ഒരു പോരായ്മ നമുക്ക് എവിടെ ഒഴിവാക്കാം, ഡ്രൈ പൗഡർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ സർ. ഓക്കെ, ഫൈൻ.
സോ നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ടേം എന്താണ് പാസ്, PASS പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന രീതിയിൽ എക്സ്റ്റിങ്വിഷിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെ, ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്വിഷിങ്ങുമായി ബന്ധപ്പെട്ട് PASS എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. സോ PASS എന്ന് പറയുന്നത്, അത് P എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് പുൾ ആണ് അല്ലെ. P എന്ന് പറഞ്ഞാൽ പുൾ ആണ്. A എന്ന് പറയുന്നത് എയിം ആണ് അല്ലെ, എയിം ആണ്. S എന്ന് പറയുന്നത് സ്ക്യൂസ് ആണ്. ആൻഡ് S ഏറ്റവും അവസാനത്തെ S എന്ന് പറയുന്നത് എന്താണ്, സ്വീപ്പ് ആണ്. അപ്പം PASS അതായത് പാസ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. സോ ആ PASS അതിനകത്ത് എന്താണ് ഓരോന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. P എന്ന് പറയുന്നത് പുള്ളാണ്, A എന്ന് പറയുന്നത് എയിം ആണ്, S എന്ന് പറയുന്നത് സ്ക്യൂസ് ആണ്, ഏറ്റവും അവസാനത്തെ S അല്ലെ, അവസാനത്തെ S എന്താണ്, സ്വീപ്പ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. സോ അതെന്താണെന്നുള്ളത് നമുക്ക് പറയാം. ഈ ഒരു ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലെ, ആദ്യം എന്താണ്, ഒരു പിൻ ഉണ്ടാവും. സോ ആ പിന്ന് നമ്മൾ റിലീസ് ചെയ്യണം. സോ ആ പുള്ള് ചെയ്യുക അല്ലെ, വലിച്ചെടുക്കുക. സോ അതിനെയാണ് നമ്മൾ P ഫോർ പുൾ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു എന്താണ്, ആ ഒരു ഡിസ്ചാർജ് ഹോൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ട്യൂബ് ഉണ്ടല്ലോ. സോ ആ ട്യൂബ് നമ്മൾ എന്ത് ചെയ്യാൻ, എയിം ചെയ്യുക. എവിടെയാണോ നമുക്ക് ചെയ്യേണ്ടത് അത് എയിം ചെയ്യാം. സോ അതിനുശേഷം എന്താണ്, ഈ പറഞ്ഞ ഇതിൽ സ്ക്യൂസ് ചെയ്യുക. സ്ക്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായാലും അതിന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അത് എയിം എന്താണ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം എന്താണ്, സ്വീപ്പ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സ്വീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ. സോ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. പുൾ എന്ന് പറഞ്ഞാൽ ദ സേഫ്റ്റി പിൻ ഫ്രം ദ ഹാൻഡിൽ അല്ലെ, സേഫ്റ്റി പിൻ ഉണ്ടാവും, അവിടെ ഒരു സേഫ്റ്റി പിൻ ഉണ്ടാവും. ആ പിൻ എന്ത് ചെയ്യുക, ഹാൻഡിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുക. സോ പുൾ ദ സേഫ്റ്റി, അതാണ് P എന്ന് ഉദ്ദേശിക്കുന്നത്. പുൾ ദ സേഫ്റ്റി പിൻ ഫ്രം ദ ഹാൻഡിൽ, ആ ഹാൻഡിലിൽ നിന്നും ആ സേഫ്റ്റി പിന്ന് പുറത്തേക്ക് എടുക്കുക, പുൾ ചെയ്തെടുക്കുക. സോ പിൻ ലൊക്കേറ്റഡ് ദ ടോപ്പ് ഓഫ് ദ ഫയർ എക്സ്റ്റിങ്വിഷർ, അവിടെ ഒരു പിന്ന് എവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ മുകളിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ആ ഒരു പിന്ന് നമ്മൾ പുൾ ചെയ്തെടുക്കുക. അതിനുശേഷം എയിം ചെയ്യുക അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ എക്സ്റ്റിങ്വിഷർ എങ്ങോട്ടാണോ, നമുക്ക് എവിടാണോ ഫയർ ഉള്ളത് ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ എയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എയിം ദ എക്സ്റ്റിങ്വിഷർ നോസിൽ ഓർ ഹോസ് അറ്റ് ദ ബേസ് ഓഫ് ദ ഫയർ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് അറ്റ് ദ ബേസ് ഓഫ് ദ ഫയർ ആണ്. അപ്പൊ ഫയറിന്റെ ബേസ് എന്ന് പറയുന്നത് അതിന്റെ അടിഭാഗത്തേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ അത് എക്സ്റ്റിങ്വിഷർ നമ്മൾ ചെയ്യേണ്ടതാവുക, എയിം ചെയ്യേണ്ടതാവുക. സോ സ്ക്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ദ ഹാൻഡിൽ ലിവർ സ്ലോലി ഡിസ്ചാർജ് ദ ഏജന്റ് അല്ലെ. ഈ പറഞ്ഞ ഇതിൽ ഹാൻഡിൽ ലിവർ എന്താണ്, വളരെ പതിയെ എന്താണ് ഡിസ്ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും അല്ലെ. ഹാൻഡിൽ ലിവർ സ്ക്യൂസ് ദ ഹാൻഡിൽ ലിവർ സ്ലോലി ടു ഡിസ്ചാർജ് ദ ഏജന്റ്. പറഞ്ഞ ഹാൻഡിൽ ലിവർ വളരെ പതിയെ എന്താണ് സ്ക്യൂസ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, വളരെ എന്താണ് ആ ഒരു ഡിസ്ചാർജ് പുറത്തേക്ക് വരുന്നുണ്ടാവും അല്ലെ. സ്ക്യൂസ് ദ ഹാൻഡിൽ ലിവർ സ്ലോലി ടു ഡിസ്ചാർജ് ദ ഏജന്റ്. ആ ഹാൻഡിൽ ലിവർ പതിയെ സ്ക്യൂസ് ചെയ്യുക അല്ലെ, പതിയെ പ്രസ് ചെയ്തുകൊണ്ട് എന്താണ് ആ ഒരു ഏജന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡ്രൈ പൗഡർ ആണെങ്കിൽ അത്, കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നെങ്കിൽ അത്, അല്ലെങ്കിൽ ഹാലോൺ ആണെങ്കിൽ അങ്ങനെ അതെന്താണോ അതിന്റെ ഉള്ളിലുള്ളത് അത് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ ദെൻ അവസാനമാണ് സ്വീപ്പ് ചെയ്യുക അല്ലെ. സ്വീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 15 സെന്റിമീറ്റർ ഫ്രം ദ ഫ്യൂൽ ഫയർ അണ്ടിൽ ദ ഫയർ ഇസ് പുട്ട് ഔട്ട്. ഈ പറഞ്ഞ രീതിയിൽ ഒരു 15 സെന്റിമീറ്റർ മുകളിലേക്ക് മാറിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണ്ടാവുക, ആ ഒരു സ്വീപ്പിംഗ് നടക്കുന്നുണ്ടാവുക. സോ രണ്ട് സൈഡിലേക്ക് നമ്മൾ നല്ല രീതിയിൽ എന്താണ് സ്വീപ്പ് ചെയ്തിട്ട് എന്താണ് അത് ആ ഒരു എക്സ്റ്റിങ്വിഷിംഗ് പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. സോ അതാണ് പാസ് പ്രിൻസിപ്പിൾ. അപ്പം P എന്താണ്, A എന്താണ്, S എന്താണ്, S എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. P എന്ന് പറയുന്നത് പുള്ളാണ്, A എന്ന് പറയുന്നത് എയിം ആണ്, ആദ്യത്തെ S എന്ന് പറയുന്നത് സ്ക്യൂസ് ആണ്, ദെൻ അവസാനത്തെ S എന്ന് പറയുന്നത് സ്വീപ്പ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഫയർ എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ കാണും. അപ്പൊ ആദ്യം നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡ് നോക്കി, അതിനുശേഷം എന്താണ് നമ്മൾ ഫയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നോക്കി. ഇനി അടുത്ത് നോക്കേണ്ടത് വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വേസ്റ്റ് ഡിസ്പോസൽ. അപ്പൊ നമുക്കറിയാം ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഈ പറയുന്ന രീതിയിൽ വേസ്റ്റുകൾ സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട് അല്ലെ. സോ അതിനെയൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള വേസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഫോർ എക്സാമ്പിൾ നമുക്ക് കോട്ടൺ വേസ്റ്റുകൾ അവൈലബിൾ ആണ്, മെറ്റൽ ചിപ്പുകൾ അല്ലെങ്കിൽ മെറ്റൽസ് എന്താണ് ഈ പറഞ്ഞ രീതിയിൽ വേസ്റ്റ് ആയിട്ട് വരുന്ന മെറ്റൽ ചിപ്പുകൾ, പല പല മെറ്റീരിയൽസിന്റെ മെറ്റൽ ചിപ്പുകൾ അല്ലെ, നമ്മൾ മെഷീനിങ് ചെയ്തിട്ട് ബാക്കി വരുന്ന മെറ്റൽ ചിപ്പുകൾ ഒരു വേസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഓയിൽ വേസ്റ്റുകൾ അല്ലെ, നമ്മൾ സാധാരണ ഉണ്ടാവുന്ന ഓയിൽ വേസ്റ്റുകൾ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, കൂളന്റ്, അത്തരത്തിലുള്ള ഓയിൽ വേസ്റ്റുകൾ. പിന്നെ മറ്റ് അതർ വേസ്റ്റ് സച്ചസ് ഇലക്ട്രിക്കൽ ഗ്ലാസ്, അങ്ങനെ പലതരത്തിലുള്ള വേസ്റ്റ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. സോ ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ഫൈൻ. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ കെമിക്കൽ സോൾവെന്റുകൾ ഉണ്ടാവും, കോട്ടൺ വേസ്റ്റുകൾ ഉണ്ടാവും, മെറ്റൽ ചിപ്പുകൾ ഉണ്ടാവും, ഇലക്ട്രിക്കൽ ഈ വേസ്റ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള വേസ്റ്റുകളാണ്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മെത്തേഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഓരോ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ഓരോരോ മെത്തേഡുകൾ ഉണ്ട്. ഏതൊക്കെ മെത്തേഡ് ആണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, റീസൈക്ലിംഗ് മെത്തേഡ് ഉണ്ട്. 2, കമ്പോസ്റ്റിംഗ് മെത്തേഡ് ഉണ്ട്. 3, ലാൻഡ് ഫിൽസ് ഉണ്ട്. 4, ബേണിംഗ് ദ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ട്. 5, ഇൻസിനറേഷൻ ഉണ്ട്. ആറാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേസ്റ്റ് കോമ്പാക്ഷൻ ആണ്. അപ്പൊ ഇത്തരത്തില് 6 ഡിസ്പോസൽ മെത്തേഡ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്പോസൽ മെത്തേഡ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എന്താണ്, ആ ഒരു വേസ്റ്റ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ്. ഈ വേസ്റ്റ് വന്നാലെല്ലാം നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ വേസ്റ്റ് തന്നെ മിനിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ കൃത്യം വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ പലതരത്തിൽ വരാം. ഫോർ എക്സാമ്പിൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പോണന്റ് എന്താണ് ഡാമേജ് ആയി, സോ അതൊരു വേസ്റ്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ അത് റീവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതൊരു വേസ്റ്റ് ആയിട്ട് മാറും. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒഴിവാക്കാം, വേസ്റ്റേജ് ഒഴിവാക്കാൻ പറ്റും. സോ എപ്പോഴും നമ്മൾ പ്രിഫറബിൾ എന്താണ്, ഈ പറയുന്ന വേസ്റ്റ് മിനിമൈസേഷൻ തന്നെയാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. അതുപോലെ തന്നെ ലീസ്റ്റ് സസ്റ്റൈനബിൾ ആയിട്ട് എന്ന് പറയുന്നതാണ് ബേസിക്കലി ഈ ഡിസ്പോസൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ ഡിസ്പോസൽ ഉണ്ട്, ദെൻ എനർജി റിക്കവറി ഉണ്ട്, റീസൈക്കിൾ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ട്, റീയൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏറ്റവും ഒടുവിലത്താണ് എന്ത്, വേസ്റ്റ് മിനിമൈസേഷൻ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നും നോക്കാം. അപ്പൊ ഇവിടെ നോക്കേണ്ടത് ഏതൊക്കെ മെത്തേഡുകളാണ്, റീസൈക്ലിംഗ് മെത്തേഡ്, കമ്പോസ്റ്റിംഗ് മെത്തേഡ്, ലാൻഡ് ഫിൽസ്, ദെൻ ബേണിംഗ് ദ വേസ്റ്റ് മെറ്റീരിയൽ, ഇൻസിനറേഷൻ, വേസ്റ്റ് കോമ്പാക്ഷൻ, ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യം നമുക്ക് നോക്കേണ്ടത് റീസൈക്ലിംഗ് ആണ് അല്ലെ. റീസൈക്ലിംഗ് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. റീസൈക്കിൾ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പലപ്പോഴും. ഈ പറഞ്ഞ പെറ്റ് ബോട്ടിൽസ് ഒക്കെ നമ്മൾ റീസൈക്കിൾ ചെയ്യാറുണ്ട് അല്ലെ. സോ റീസൈക്ലിംഗ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് വേസ്റ്റ് മെറ്റീരിയൽ ഇൻടു മെറ്റീരിയൽസ് ആൻഡ് ന്യൂ മെറ്റീരിയൽസ് ആൻഡ് ഒബ്ജക്റ്റ് അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യാം, പുതിയ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പുതിയ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാറുണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റീസൈക്ലിംഗ് ഈസ് ദ process of converting waste material into new materials അല്ലെങ്കിൽ object. Okay, the recovery of energy from waste material is often included in this concept. അതായത് ഈ പറയുന്ന രീതിയിൽ എന്താണ്, ഒരു പുതിയ പ്രോഡക്റ്റോ അല്ലെങ്കിൽ പുതിയ മെറ്റീരിയലോ ആക്കുന്നത് കൂടാണ്ട് എന്താണ് നമുക്ക് എന്താണ് അതിനകത്ത് എനർജി റിക്കവറി ചെയ്യുന്ന ഒരു കോൺസെപ്റ്റും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, ഈ റീസൈക്ലിംഗിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഇറ്റ് ഈസ് നോട്ട് എക്സ്പെൻസീവ് ആൻഡ് ക്യാൻ ബി ഈസിലി ഡൺ അല്ലെ. ഈ പറഞ്ഞത് അത്ര അധികം ചിലവൊന്നും ഉള്ള കാര്യമല്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ സേവ് എ ലോട്ട് ഓഫ് എനർജി, റിസോഴ്സസ് ആൻഡ് ദെയർ ബൈ റിഡ്യൂസ് പൊല്യൂഷൻ അല്ലെ. അത് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ മെയിനായിട്ട് ഇവിടെ റീസൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ആണെന്നും അവിടെ എന്താണ് പ്രോസസ്സ് വഴി നമ്മളൊരു എന്താണ് റീസൈക്ലിംഗ് പ്രോസസ്സ് വഴി വേസ്റ്റ് മെറ്റീരിയലിനെ നമ്മൾ ഒന്നുകിൽ പുതിയ പ്രോഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പുതിയ മെറ്റീരിയൽ ആയിട്ടോ ഒക്കെ നമ്മൾ മാറ്റിക്കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ ഫൈൻ. രണ്ടാമതായിട്ട് വരുന്നതാണ് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. കമ്പോസ്റ്റിംഗ് നമ്മൾ സാധാരണ ഈ പറഞ്ഞ വെർമി കമ്പോസ്റ്റുകളൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കാറുണ്ട് അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ കമ്പോസ്റ്റ് വളമായിട്ട് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കമ്പോസ്റ്റ് ഒക്കെ. സോ അത് തന്നെയാണ് ഈ ഒരു കോൺസെപ്റ്റ്. അതായത് നമ്മുടെ വീടുകളിൽ നിന്ന് വരുന്ന എന്താണ് ജൈവമായിട്ടുള്ള മാലിന്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത്തരത്തില് അത് തന്നെയാണ് ഇവിടെയും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ദിസ് ഇസ് എ നാച്ചുറൽ പ്രോസസ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് എനി ഹസാഡസ് ബൈ പ്രോഡക്റ്റ് അല്ലെ. ഈ പറഞ്ഞ ഹസാഡസ് ബൈ പ്രോഡക്റ്റ് ഒന്നും കിട്ടാണ്ട് നമുക്ക് എന്താണ് അത്തരത്തിൽ ഒരു നാച്ചുറൽ പ്രോസസ് ആണ് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ദിസ് പ്രോസസ് ഇൻവോൾവ്സ് ബ്രേക്കിംഗ് ഡൗൺ അല്ലെ, ബ്രേക്കിംഗ് ഡൗൺ ദ മെറ്റീരിയൽ ഇൻടു ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മാനുവൽ അല്ലെ. ഇപ്പൊ നമുക്ക് വളമായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു കമ്പോണന്റിനെ എന്ത് ചെയ്യുന്നുണ്ടാവും, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടായിരിക്കും നമ്മൾ കമ്പോസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ അത്തരത്തില് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു തരത്തിൽ അതൊരു വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ആണ്. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് വേണ്ടുന്ന മറ്റ് കമ്പോണൻസുകൾ അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കുകയാണ് എന്നുള്ളത് ഒന്ന് ഓർത്തിരുതാൻ മാത്രം. സോ അവിടെ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊരു മെത്തേഡാണ് ലാൻഡ് ഫിൽസ്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ള ഒരു ബേസിക് ഐഡിയ മാത്രം നമുക്ക് കിട്ടിയാൽ മതി ഇവിടെ. അപ്പൊ ലാൻഡ് ഫിൽസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, നമുക്കറിയാം എന്താണ്, ചില ഏരിയയിൽ നമ്മൾ സാധാരണ ഈ പറഞ്ഞ ചപ്പുചവറുകളൊക്കെ കൊണ്ടുവന്നിട്ട് കൂട്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, ഡംപ് ചെയ്യാറുണ്ട് അല്ലെ. സോ ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ലാൻഡ് ഫിൽസ് എന്ന് പറയുന്നത്. സോ എ ലോ ലൈങ് ഓപ്പൺ ഏരിയ ഔട്ട് ഓഫ് ദ സിറ്റി അല്ലെ, സിറ്റിക്ക് പുറത്തായിട്ടൊക്കെ എന്താണ് ഒരു ഓപ്പൺ ഏരിയ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ തള്ളും. സോ ആ ഒരു കോൺസെപ്റ്റിനാണ് നമ്മൾ ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. സോ അതും എന്ത് തന്നെയാണ്, ഒരു വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ആണ് അല്ലെ. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ള ഒരു മെത്തേഡാണ് ഈ ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. സോ ലോ ലൈങ് ഓപ്പൺ ഏരിയ
ഔട്ട് ഓഫ് ദ സിറ്റി വെയർ ഗാർബേജ് ഈസ് കളക്റ്റഡ് ആൻഡ് ഡംപ്ഡ് ഈസ് നോൺ ആസ് ലാൻഡ്ഫിൽ അല്ലെ, ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന രീതിയിൽ ഒരു പ്രദേശത്തേക്ക് കുറെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മാലിന്യങ്ങളും കൊണ്ട് ഡംപ് ചെയ്തിടുന്നുണ്ടാവും. സോ അതൊരു മെത്തേഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു മെത്തേഡാണ് ബേണിംഗ് ദ വേസ്റ്റ് മെറ്റീരിയൽ അല്ലെ, നമുക്ക് കത്തിക്കാറുണ്ട് പലപ്പോഴും. ഓക്കെ, കത്തിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ കത്തിക്കാറുണ്ട് അല്ലെ. സോ അത്തരത്തില് എന്താണ് ബേണിംഗ് ദ വേസ്റ്റ് മെറ്റീരിയൽ ആണ്. സോ കൺട്രോൾഡ് ബേണിംഗ് ഓഫ് വേസ്റ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ടു പ്രൊഡ്യൂസ് സ്റ്റീം ആൻഡ് ആഷ് ഈസ് എ പ്രിഫറബിൾ വേസ്റ്റ് ഡിസ്പോസൽ ടെക്നിക്ക്. ഈ പറഞ്ഞ രീതിയിൽ കൺട്രോൾഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ ആ ഒരു വേസ്റ്റിനെ കത്തിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഹീറ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റീമോ അല്ലെങ്കിൽ മറ്റ് എന്താണ് ബൈ പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തന്നെയും നമ്മൾ എന്താണ് ബേസിക്കലി അത് കത്തിച്ച് കളയുക എന്നുള്ളതാണ്. സോ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ബേണിംഗ് ദ വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി, അത്ര കാര്യമായിട്ടൊന്നും ഇല്ല. മറ്റൊരു മെത്തേഡാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. So incineration is the destruction of something, especially waste material, by burning. അപ്പോൾ ബേൺ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കമ്പോണന്റിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ ഡിസ്ട്രക്ട് ചെയ്യുക. എസ്പെഷ്യലി നമ്മൾ ഇവിടെ എന്താണ് വേസ്റ്റ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുക, ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. സോ ഇൻസിനറേഷൻ ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് സംതിങ് എസ്പെഷ്യലി വേസ്റ്റ് മെറ്റീരിയൽ ബൈ ബേണിംഗ്. കത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺട്രോൾഡ് കമ്പഷൻ of garbage to reduce it to incombustible matter such as എന്താണ് ആഷ്, വേസ്റ്റ് ഗ്യാസ്, ഹീറ്റ് എക്സെട്ര. അപ്പൊ അത്തരത്തില് എന്താണ് ഈ പറയുന്നത് കൺട്രോൾഡ് ആയിട്ട് ആ ഗാർബേജ് കത്തിച്ചുകൊണ്ട് എന്താണ് അത് ആഷ് ആക്കി അല്ലെങ്കിൽ വേസ്റ്റ് ഗ്യാസ് ആക്കിയോ അല്ലെങ്കിൽ ഹീറ്റ് യൂസ് ചെയ്ത് ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുകയോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻസിനറേഷൻസ് ആ ഒരു പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. സോ ഗാർബേജ് ഈസ് ബേൺഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇൻ എ സ്പെഷ്യൽ ഫർണസ് ഈസ് കോൾഡ് ഇൻസിനറേറ്റർ. ഈ പറയുന്ന രീതിയിൽ ഒരു ഇൻസിനറേറ്റർ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്. സോ ആ ഇൻസിനറേറ്ററിനകത്തായിരിക്കും നമ്മൾ കത്തിക്കുന്നുണ്ടാവുക. സോ അവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഹീറ്റ് നമുക്ക് പുറത്തേക്ക്, അപ്പൊ ആ ഹീറ്റ് നമുക്ക് ഫോർ എക്സാമ്പിൾ തണുപ്പുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഹീറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. സോ അത്തരത്തില് എന്താണ് നമുക്കൊരു അതിന്റെ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ അത്തരത്തിൽ ഇൻസിനറേഷൻ ഉണ്ട് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കുക. സോ അതിനെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഈ പറയുന്ന ഗാർബേജ് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹൈ ടെമ്പറേച്ചറിൽ ഒരു ഫർണസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, ആ ഒരു സ്പെഷ്യൽ ഫർണസിനെ വിളിക്കുന്ന പേരാണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ഫൈൻ. അടുത്തൊരു മെത്തേഡാണ് വേസ്റ്റ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. വേസ്റ്റ് കോമ്പാക്ഷൻ എന്താണ് ഈ വേസ്റ്റ് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് കോമ്പാക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ഈ പറയുന്ന വേസ്റ്റിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മെഷീൻസിന്റെ ഒക്കെ സഹായത്തോടു കൂടി എന്താണ് ബൾക്കായിട്ടുള്ള ആ ഒരു അതിനെ നമ്മൾ എന്ത് ചെയ്യും, അത് അതിനെ കോമ്പാക്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് ബേസിക്കലി എന്ത് പറയുന്നത്, വേസ്റ്റ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. സോ വേസ്റ്റ് കോമ്പാക്ഷൻ ഇസ് എ പ്രോസസ് ഓഫ് കോമ്പാക്ടിങ് വേസ്റ്റ് ദാറ്റ് ഈസ് റെഡ്യൂസിങ് ഇറ്റ് ഇൻ സൈസ് അല്ലെ. ഈ സൈസ് കുറച്ചുകൊണ്ട് വളരെ എന്താണ് കംപ്രസ് ചെയ്ത് കോമ്പാക്ട് ചെയ്തെടുക്കാറുണ്ട്. സോ അതാണ് വേസ്റ്റ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. So garbage compactors, ഈ പറഞ്ഞ garbage compactors and waste collection vehicle compress waste so that more of it can be stored in the same space. ഈ പറഞ്ഞ രീതിയിൽ അതിന്റെ നമുക്ക് സ്ഥല ലഭ്യത ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഗാർബേജിനെയൊക്കെ എന്ത് ചെയ്യും, നന്നായിട്ട് കംപ്രസ് ചെയ്ത് ഞെരുക്കി വെക്കാറുണ്ട് അല്ലെ. സോ അതിനെയാണ് നമ്മൾ കോമ്പാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വേസ്റ്റിനെ നമ്മൾ കോമ്പാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ രീതിയിൽ സ്ഥലവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളൊന്നും അപ്പൊ എടുക്കുന്നുണ്ടാവില്ല. അപ്പൊ കുറച്ചുകൂടെ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യാണ്, അത് നമ്മൾ എന്ത് ചെയ്യുക, അത് മാറ്റുന്നുണ്ടാവും അല്ലെ. അപ്പം ഈ പറയുന്ന വേസ്റ്റ് മെറ്റീരിയൽ ക്യാൻ ബി സച്ച് ക്യാൻസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കോമ്പാക്ട് ഇൻ ടു ബ്ലോക്ക് ആൻഡ് സെൻഡ് ഫോർ റീസൈക്ലിംഗ് അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ നമുക്കറിയാം ക്യാനുകളൊക്കെ ഉണ്ടല്ലോ, ക്യാനുകൾ ബോട്ടിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്രഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോമ്പാക്ട് ചെയ്തിട്ട് അത് റീസൈക്ലിങ്ങിന് അയക്കുന്നുണ്ടാവും. സോ അതാണ് വേസ്റ്റ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. സോ വേസ്റ്റ് കോമ്പാക്ഷനെ നമ്മൾ ഈ പറഞ്ഞ കാണുന്ന ചിത്രത്തിൽ കാണുന്ന എന്താണ്, ഒരു മെഷീനാണ്, വേസ്റ്റ് കോമ്പാക്ഷൻ മെഷീനാണ്. ഇത്തരത്തില് മെഷീൻസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക, കോമ്പാക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ റീസൈക്ലിങ്ങിനൊക്കെ നമ്മൾ അയക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഇത്രയാണ് മെയിൻ ആയിട്ട് ആ ഒരു മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് 3R റൂൾ ഉണ്ട്. 3R റൂൾ. അപ്പൊ എന്താണ് ഈ 3R റൂൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. ഇതിനെയാണ് നമ്മൾ 3R എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. 3R എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്?
റെഡ്യൂസ്, റീയൂസ്, അതുപോലെ തന്നെ റീസൈക്കിൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ഈ റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ? അല്ലെ, മെറ്റീരിയൽസ് മസ്റ്റ് ബി യൂസ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് നെസസറി ഫോർ അസ്. അതായത് അതിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാന്നുള്ളതാണ്. ഇപ്പം ഏതൊരു മെറ്റീരിയൽ ആയാലും ഏതൊരു പ്രോഡക്റ്റ് ആയാലും ആവശ്യത്തിന് നമ്മൾ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ്. സോ എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ്? അത് വേസ്റ്റ് ആണ്. അപ്പൊ അത്തരത്തില് അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ റെഡ്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സസ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഒഴിവാക്കുക, അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള കൺസപ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് വരുന്നത് റീയൂസ് ആണ്. അല്ലെ, നമ്മൾ എന്ത് ചെയ്യാൻ നേരത്തെ പോലെ തന്നെ വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ റീയൂസ്, സോ വി ക്യാൻ യൂസ് ദ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ഫോർ ഡിഫറെന്റ് പർപ്പസസ്. അല്ലെ, ഒരേ സാധനം തന്നെ അല്ലെങ്കിൽ പല പല പർപ്പസുകൾക്കായിട്ട് വീണ്ടും വീണ്ടും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പോണൻസുകൾ മാനുഫാക്ചർ ചെയ്യുക, പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക. സോ മൂന്നാമത് നോക്കേണ്ടത് റീസൈക്കിൾ ആണ്. റീസൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പെറ്റ് ബോട്ടിൽസ് ഒക്കെ എന്താണ് കോമ്പാക്ഷൻ അല്ലെങ്കിൽ എന്താണ് കോമ്പാക്ഷൻ ചെയ്തിട്ട് നമ്മൾ റീസൈക്കിൾ ചെയ്യാറുണ്ട് അല്ലെ, വീണ്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ വി ക്യാൻ റീഫോം ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ്, മെറ്റൽസ് ആൻഡ് പേപ്പർ ഒബ്ജക്ട്സ് ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു യൂസ്ഫുൾ സബ്സ്റ്റൻസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് റീസൈക്ലിംഗ്. അല്ലെ, നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പേപ്പർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെറ്റൽസ് അത്തരത്തിലുള്ള കമ്പോണൻസുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്തുകൊണ്ട് വീണ്ടും പുതിയ പ്രോഡക്റ്റുകളാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയാം. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. സോ 3R റൂൾ ഫോർ വേസ്റ്റ് ഡിസ്പോസലിനകത്ത് ഈ 3R ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഓക്കെ ആണോ ഇത്രയും? ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ദ കളർ കോഡ് ഫോർ ബിൻസ് ഫോർ വേസ്റ്റ് സെഗ്രിഗേഷൻ. അതായത് നമുക്കറിയാം ഈ നമ്മളുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോ വേസ്റ്റും നമ്മൾ പലതരത്തിലുള്ള ബിന്നുകളിലായിരിക്കും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, മെറ്റൽ വേസ്റ്റ് ഒക്കെ ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മറ്റൊരു ബിന്നിലായിരിക്കും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഓരോ കമ്പോണന്റ് അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? ഡിഫറെന്റ് ബിൻസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? അത് ഡിസ്പോസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ ഈ പറയുന്ന ഡിസ്പോസ് ചെയ്യുന്ന ഓരോ ബിന്നിനും പല കളറിലായിരിക്കും നമ്മൾ കളർ കോഡ് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, കമ്പനിയിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് കളർ കോഡുകൾ ഉണ്ടാവും. ആ കളർ കോഡുകൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എന്നുള്ളതുകൂടി മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ കളർ കോഡുകളും അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയലും കറസ്പോണ്ടിങ് കളർ കോഡ്. ഒന്നാമതായിട്ട് നോക്കേണ്ടത് പേപ്പർ ആണ്. സോ പേപ്പർ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെയായിരിക്കും? ബ്ലൂ കളറിലായിരിക്കും നമ്മൾ അതിന്റെ ആ ഒരു ബിന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ പേപ്പർ എന്ന് പറയുന്നത് ബ്ലൂ. ദെൻ പ്ലാസ്റ്റിക് ആകുമ്പോൾ അതെന്താണ്? അത് യെല്ലോ കളറിലായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, പ്ലാസ്റ്റിക് യെല്ലോ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മെറ്റൽ ആയിട്ട് വരുന്ന മെറ്റൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ മെറ്റൽസ് ആണ് നമ്മളുടെ ആ ഒരു വേസ്റ്റ് ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് ബിന്നിലായിരിക്കും അല്ലെങ്കിൽ റെഡ് കോഡ് അല്ലെങ്കിൽ റെഡ് കളറിലുള്ള ആ ഒരു ബിന്നിലായിരിക്കും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നുണ്ടാവുക. അതല്ല ഗ്ലാസ് ആണ് മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ കളർ ആയിരിക്കും കോഡ്. ഫുഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതൊന്നും അല്ലാതെ ബാക്കി വരുന്ന എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ അതർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് സ്കൈ ബ്ലൂ ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ബ്ലൂ, യെല്ലോ, റെഡ്, ഗ്രീന്, ബ്ലാക്ക്, സ്കൈ ബ്ലൂ. അപ്പം ബ്ലൂ എന്ന് പറയുന്നത് പേപ്പർ ആണെന്നും, യെല്ലോ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണെന്നും, റെഡ് എന്ന് പറയുന്നത് മെറ്റൽ ആണ്, ഗ്രീൻ എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്, ബ്ലാക്ക് എന്ന് പറയുന്നത് ഫുഡ് ഐറ്റംസ് ആണ്. ഓക്കെ, ഫുഡ് മെറ്റീരിയൽസ് ആണ്. ദെൻ സ്കൈ ബ്ലൂ എന്ന് പറയുന്നത് എക്സെപ്റ്റ് ഈ പറഞ്ഞിട്ടുള്ള മുകളിലുള്ള പേപ്പർ, പ്ലാസ്റ്റിക്, മെറ്റൽ, ഗ്ലാസ്, ഫുഡ് അത് ഒഴിച്ച് ബാക്കി വരുന്നതൊക്കെ സ്കൈ ബ്ലൂയിലായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു.